നമസ്കാരം. നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ പരിധിക്കുള്ളിൽ പെടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ 3 ചുറ്റിനും ഇന്ത്യയാണെന്ന് ഓർക്കണം. പേരിന് വേണ്ടി മാത്രമാണ് മ്യാൻമാർ അതിർത്തിയുള്ളത്. പിന്നെ ബംഗാൾ ഉൾക്കടലാണ്. എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ ഒരു ഉപഗ്രഹം പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട, നമ്മുടെ സംരക്ഷണ തണലിൽ കഴിയേണ്ട രാജ്യം. പക്ഷെ ഭാരതത്തിൻ്റെ ഉള്ളിൽ കഴിയുന്നത് കൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയുമൊക്കെ ബംഗ്ലാദേശിൽ അവിഹിതമായ ചില ഇടപെടൽ നടത്തി ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തി ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പതിവാണ്. കാര്യം, ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിക്കൊടുത്തത് ഇന്ത്യ ആണെങ്കിലും രാഷ്ട്രശില്പിയുടെ വീട് പോലും അഗ്നിക്കിരയാക്കുന്ന മതഭ്രാന്ത് പിടിച്ചവർക്ക് എന്ത് ഇന്ത്യ? എന്തായാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പരമ്പരാഗതമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തി പോന്നു. ഷെയ്ഖ് ഹസീന എന്ന അവരുടെ ഭരണാധികാരിക്കെതിരെ തീവ്ര ഇസ്ലാമിക ശക്തികൾ ഒരുമിച്ച് ചേർന്ന് 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന കലാപത്തിൽ അവർ പുറത്താക്കപ്പെടുകയും ഇന്ത്യ അഭയം കൊടുക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീന മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും നാട്ടുകാർ തല്ലിക്കൊന്നു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിരോധിച്ചു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കൊള്ളയ്ക്കും കൊലപാതകത്തിനും ഇസ്ലാമിക ഭരണത്തിനും വഴിവെച്ചു കൊടുക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന കലാപത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ പേരിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ തൂക്കിലേറ്റാൻ അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അഭയം തേടിയെത്തിയ ഹസീനയ്ക്കും കുടുംബത്തിനും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇതിനിടയിൽ കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരം കത്തിക്കാൻ അവിടെ ചില തീവ്ര ഇസ്ലാമിക ശക്തികൾ ശ്രമിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി പോലെ ഇസ്ലാമിക ലോകം സ്വപ്നം കാണുന്ന ഒരു സംഘടനയാണ് ബംഗ്ലാദേശിലെ പകുതി പ്രശ്നങ്ങളുടെയും കാരണം. ഒരു ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, സമാനമായ പല തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ബംഗ്ലാദേശിൽ ചുവട് പിടിക്കുന്നു. ഈ നിലയിൽ ബംഗ്ലാദേശ് ഒരു 4-5 കൊല്ലം കൂടി മുമ്പോട്ട് പോയാൽ മറ്റൊരു സിറിയയോ ഇറാഖോ ആയി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ ISIS അടക്കമുള്ള ഭീകര സംഘടനകൾ തലപൊക്കി കഴിഞ്ഞു. ഒരു നാട് നാശത്തിലേക്ക് പോവാനുള്ള എല്ലാ ലക്ഷണങ്ങളും ബംഗ്ലാദേശ് കാണിച്ചു തുടങ്ങി. ഇന്ത്യയാണ് ബംഗ്ലാദേശിലെ ഒരു വിഭാഗത്തിന്റെ ആജന്മ ശത്രുക്കൾ. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് അവരുടെ വാദം. അവർ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ വെച്ച് ഇന്ത്യയെ മുറിക്കുമെന്നാണ്. നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർതിരിക്കുന്ന ഇന്ത്യയുടെ ചെറിയ ഭൂപ്രദേശമാണ് ചിക്കൻ നെക്ക് എന്ന് അറിയപ്പെടുന്ന സിക്കിം ഉൾപ്പെടുന്ന പ്രദേശം. സിക്കിമിനപ്പുറത്തേക്ക് 7 സംസ്ഥാനങ്ങളെയും ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ബംഗ്ലാദേശിന്റെ ഭാഗമാക്കുകയോ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുകയോ ചെയ്യും എന്ന പിടിവാശി ചിലർക്കെങ്കിലുമുണ്ട്. അവർ ഇടയ്ക്കിടെ അത് പ്രഖ്യാപിക്കാറുമുണ്ട്. ഇത്തരം ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതും ധീരനായ ഹിമന്ത് ശർമ്മയെ ആസാമിന്റെ മുഖ്യമന്ത്രിയാക്കിയതും. അങ്ങനെ കൃത്യമായ ഇടപെടലിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരുന്നു. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ വാസ്തവത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടാകാനും ആ കലാപത്തിന്റെ മറവിൽ അത് ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒരു പരിധിവരെ മണിപ്പൂർ വിഷയത്തിൽ മോദി സർക്കാർ കാട്ടിയ നടപടി വൈകൽ പോലും ഇത്തരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ബംഗ്ലാദേശിൽ അരാജകത്വം കൊടികുത്തി വാഴുകയും ഇന്ത്യ വിരുദ്ധ വികാരത്തിന് വളക്കൂറുള്ള മണ്ണായി മാറുകയും ചെയ്തതോടെ ആ രാജ്യം ഗതികെട്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഉറക്കം കെടുത്തുന്ന മറ്റൊരു പ്രക്ഷോഭം രാജ്യവ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പലയിടങ്ങളിലും പല സ്ഥാപനങ്ങളും പത്ര ഓഫീസുകൾ അടക്കമുള്ളവ ആക്രമിക്കപ്പെടുന്നു. അനേകം നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഈ കലാപത്തിന്റെ മൂല കാരണം ഒസ്മാൻ ഷെയ്ഖ് ഹാദി എന്നു പേരുള്ള 32 വയസ്സുള്ള ഒരു മുസ്ലിം തീവ്രവാദ നേതാവ് അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടതാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഏറ്റവും അധികം നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഷെരീഫ് ഹാദി എന്ന 32 വയസ്സുകാരൻ. വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുകയും സർക്കാരിനെ തന്നെ താഴെ ഇറക്കുകയും ചെയ്ത ഉസ്മാൻ ഇടക്കാല സർക്കാർ രൂപം കൊണ്ടതിന് ശേഷം തന്റെ ഇൻകുലാബ് മഞ്ച എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് മോട്ടോർ ബൈക്കിലെത്തിയ 2 പേരടങ്ങിയ അജ്ഞാത സംഘം ഒസ്മാൻ ഷെരീഫിനെ വെടിവെച്ചു കൊന്നത്. 12-ാം തീയതി വെടിയേറ്റ ഒസ്മാൻ അതീവ ഗുരുതരാവസ്ഥയിൽ ധാക്ക മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നാൽ ജീവൻ രക്ഷിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യേക വിമാനത്തിൽ തന്നെ ബംഗ്ലാദേശ് സർക്കാർ ഒസ്മാനെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. സിംഗപ്പൂരിലെ വിദഗ്ധ സംഘം
പഠിച്ച പണി 18 നോക്കിയിട്ടും 18-ാം തീയതി അതായത് വ്യാഴാഴ്ച രാത്രിയിൽ ഒസ്മാൻ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഒസ്മാന്റെ മരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മറ്റൊരു കലാപത്തിന് കാരണമായിരിക്കുന്നത്. മോട്ടോർ സൈക്കിളിൽ വന്ന് ഒസ്മാനെ കൊലപ്പെടുത്തി മുങ്ങിയ പ്രതികളെ കണ്ടെത്താൻ ഇന്നേവരെ ബംഗ്ലാദേശ് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒസ്മാന്റെ പാർട്ടിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ ആരോപിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ്. കാരണം അത്രയേറെ ശക്തനായ ഇന്ത്യ വിരോധിയായിരുന്നു ഒസ്മാൻ ഷെരീഫ് ഹാദി. ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ ഹാദിയെ അള്ളാഹു വിളിച്ചു എന്നാണ് പാർട്ടിക്കാർ ട്വീറ്റ് ചെയ്തത്. ഇന്ത്യയെ പിളർത്തുക, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കുക എന്നത് ഹാദിയുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരുന്നു. അനേകം ഫേസ്ബുക്ക് എക്സ് പോസ്റ്റുകളിലൂടെ ഈ ആവശ്യവുമായി ഹാദി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹാദിയുടെ മരണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ട് എന്ന് ബംഗ്ലാദേശ് സംശയിക്കുന്നു. അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല എന്ന് മാത്രം. എന്നാൽ ബംഗ്ലാദേശിലെ മാധ്യമങ്ങളിൽ പലതും അങ്ങനെ തന്നെയുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. മുമ്പ് ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നവർ അവർ ലോകത്തിന്റെ ഏത് കോണിനാണെങ്കിലും അവിടെ ചെന്നും മൊസാദ് വകവരുത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലം തിരിച്ചു വന്നെന്നും ഇപ്പോൾ ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നും ആരോപിക്കുന്നവർ ഏറെ ലോകത്ത് പല ഭാഗത്തുമുണ്ട്. കാനഡയിലും പാകിസ്ഥാനിലും സിംഗപ്പൂരിലും ഒക്കെ പോയി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഇന്ത്യയുടെ ശത്രുക്കളെ കൊലപ്പെടുത്തുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറെ കാലമായി പാശ്ചാത്യ മാധ്യമങ്ങളിലുമുണ്ട്. കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട 1-ലധികം ഭീകരവാദികളെ ഇന്ത്യൻ രഹസ്യാന്വേഷണ സേന വകവരുത്തിയതാണ് എന്നാരോപിച്ച് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ ആവശ്യം. യഥാർത്ഥത്തിൽ സംഭവിച്ചതാവട്ടെ, ട്രൂഡോയ്ക്ക് പ്രധാനമന്ത്രി കസേര ഒഴിഞ്ഞു പോവേണ്ടി വന്നു. ബ്രിട്ടനും അമേരിക്കയും അവിടെയുള്ള മാധ്യമങ്ങളും സംശയിക്കുന്നത് പഴയ മൊസാദ് മാതൃകയിലുള്ള ഇന്ത്യയുടെ കൊലപാതകം പലയിടങ്ങളിലും നടക്കുന്നുവെന്നാണ്. ഒസ്മാൻ ഹാദിയെ കൊന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്നും കൊലയാളികൾ ഞൊടിയിടയിൽ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പോന്നെന്നും ഇനി ഒരിക്കലും കൊലയാളികളെ പോലും കണ്ടെത്താൻ കഴിയില്ലെന്നും അത്തരം നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ ശത്രുക്കൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അവരോടൊക്കെ ആ രാജ്യം മൃദു സമീപനം കാണിച്ചാൽ, ഭീകരവാദികളെ പിടിച്ചു തരാൻ ഇന്ത്യയെ അവർ സഹകരിക്കുന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയുകയാണ് ഇന്ത്യയുടെ പുതിയ ലൈൻ എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ഹാദിയുടെ ദുരൂഹമായ മരണത്തിന്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി മാത്രമാണെന്നും മറ്റാരെയും സംശയിച്ചിട്ട് കാര്യമില്ലെന്നും ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇട്ടതിന്റെ പ്രതികാരം ചെയ്തതാണെന്നും ഇനിയും അങ്ങനെ ഇന്ത്യ സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന അനേകം ശത്രുക്കൾ വേറെയുമുണ്ടെന്നും വിദേശ മാധ്യമങ്ങൾ തുടരെ ലേഖനം എഴുതുന്നു. ഇന്ത്യ ആവട്ടെ ഒരക്ഷരം പോലും ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ശത്രുക്കൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവരെ തട്ടിക്കളയാൻ തീരുമാനിച്ചാലും അത് രഹസ്യമായിരിക്കും, അത് പരസ്യമായി ആരും സമ്മതിക്കില്ല എന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചന നൽകുന്നു. എന്നാൽ ഇന്ത്യയെ കീറിമുറിച്ച് ഒരു ഭാഗം ബംഗ്ലാദേശിൽ ചേർക്കാൻ വേണ്ടി വെമ്പി ഇന്ത്യക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ഒരുത്തൻ കൂടി തീർന്നു കിട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും ഇങ്ങനെ ദുരൂഹമായി കൊല്ലപ്പെടുന്നവർ ആര് കൊന്നു എന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ പാക് പോലീസ് വിഷമിക്കുന്നതിന്റെ തുടർച്ചയാണ് ധാക്ക തെരുവിലിറങ്ങിയും ഒരു ഇന്ത്യൻ ശത്രുവിനെ ആരോ വകവരുത്തിയത്. ഇത്തരം വകവരുത്തലുകൾ ആവർത്തിക്കുമെന്നും ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്നും ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ആരെയും വെറുതെ വിടില്ലെന്നും ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങൾക്കും ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്കും ഇന്ത്യ മൊസാദിന്റെ വഴിയിലേക്ക് മാറുന്നു എന്ന വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്.